പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. സഹകരണ സർവീസ് പരീക്ഷാ ബോർഡ് സഹകരണ സംഘങ്ങളിലേക്കും ബാങ്കുകളിലേക്കും ഒഴിവുള്ള തസ്തികകളിലേക്ക് അപേക്ഷ ക്ഷണിച്ച വിവരം ഏവരും അറിഞ്ഞിരിക്കുമല്ലോ. ജൂനിയർ ക്ലർക്ക് വിഭാഗത്തിലേക്ക് ഇത്തവണ ആദ്യമായി ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഉപകാരപ്രദമാകും എന്ന് തോന്നിയ ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അപേക്ഷ സമർപ്പിക്കാനായി CSEBയുടെ വെബ്സൈറ്റിൽ ഒറ്റത്തവണ രജിസ്ട്രേഷൻ നടത്തിയിട്ടില്ലാത്ത ഉദ്യോഗാർത്ഥികൾ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയതിനു ശേഷവും നിലവിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ അവരുടെ പ്രൊഫൈലിലൂടെയും ഓൺലൈനായി പരീക്ഷാ ബോർഡിൻ്റെ www.cseb.kerala.gov.in എന്ന വെബ്സൈറ്റിലൂടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നോട്ടിഫിക്കേഷനിൽ തന്നിരിക്കുന്ന ക്രമനമ്പർ അല്ല സംഘങ്ങൾക്ക് പ്രൊഫൈലിൽ തന്നിരിക്കുന്നത് എന്നതാണ്. വ്യത്യാസം മനസ്സിലാക്കുന്നതിനായി നോട്ടിഫിക്കേഷൻ PDF-ഉം അതിൽ ക്രമനമ്പറിന് നേരെയായി പ്രൊഫൈലിൽ വരുന്ന ക്രമനമ്പർ ചുവന്ന അക്കത്തിലും രേഖപ്പെടുത്തിയിരിക്കുന്നത് ചേർക്കുന്നു. നിങ്ങൾ ആപ്ലിക്കേഷൻ അയക്കാൻ ഉദ്ദേശിക്കുന്ന ബാങ്കിൻ്റെ നമ്പർ ഏതെന്ന് ചുവന്ന അക്കത്തിലെ നമ്പർ നോക്കി മുൻകൂറായി കുറിച്ചു വയ്ക്കുന്നത് അപേക്ഷ അയക്കുന്നതിനെ എളുപ്പമാക്കും. അല്ല എങ്കിൽ സെർച്ച് ചെയ്തും കണ്ടുപിടിക്കാവുന്നതാണ്. എന്നാൽ അത് അപേക്ഷ അയക്കാൻ കമ്പ്യൂട്ടർ സെൻ്ററുകളെയും മറ്റും ആശ്രയിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് സമയനഷ്ടം വരുത്തുമെന്നതിനാൽ മുൻകൂട്ടി ആവശ്യമുള്ളവ ക്രമത്തിൽ എഴുതി വയ്ക്കുന്നത് നല്ലതായിരിക്കും. വെബ്സൈറ്റ് തുറന്നതിന് ശേഷം ലോഗിൻ ചെയ്യുന്നതിനായുള്ള പേജിൽ നിങ്ങളുടെ യൂസർ ഐഡിയും പാസ്വേഡും നൽകിയാൽ പ്രൊഫൈലിൽ പ്രവേശിക്കാവുന്നതാണ്. യൂസർ ID നിങ്ങളുടെ പൂർണ്ണമായ ഇമെയിൽ വിലാസമായിരിക്കും. പാസ്വേഡ് മറന്നുപോയവർക്കായി ഫോർഗെറ്റ് പാസ്വേഡ് എന്ന ബട്ടണും നൽകിയിരിക്കുന്നു. ഇത്തരത്തിൽ യൂസർ IDയും പാസ്വേഡും നൽകിയതിനു ശേഷം സ്ക്രീനിൽ കാണുന്ന സൈൻ ഇൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൊഫൈലിൽ പ്രവേശിക്കാവുന്നതാണ്. പ്രൊഫൈലിൽ കയറിയ ശേഷം രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയവർ ഇടതുവശത്തായി കാണുന്ന നോട്ടിഫിക്കേഷൻസ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ നോട്ടിഫിക്കേഷൻ ലിസ്റ്റ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ സ്ക്രീനിൽ നിലവിലുള്ള നോട്ടിഫിക്കേഷനുകളുടെ ലിസ്റ്റ് കാണുവാൻ സാധിക്കും. അതിൽ ഏത് പോസ്റ്റിലേക്കാണോ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന് നേരെ കാണുന്ന ചെക്ക് എലിജിബിലിറ്റി എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ജൂനിയർ ക്ലർക്ക് പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ 3/2024 എന്ന നോട്ടിഫിക്കേഷന് നേരെ കാണുന്ന ചെക്ക് എലിജിബിലിറ്റി എന്ന ബട്ടൺ വേണം ക്ലിക്ക് ചെയ്യാൻ. ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രൊഫൈൽ കംപ്ലീറ്റ് ചെയ്തു എന്ന് ഉറപ്പുവരുത്തിയ ശേഷം വേണം അപ്ലൈ ചെയ്യാനെന്നും ഒരു തവണ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്തു കഴിഞ്ഞ് പ്രൊഫൈൽ എഡിറ്റ് ചെയ്യാൻ കഴിയില്ല എന്നും കാണിച്ചുകൊണ്ട് ഒരു മെസ്സേജ് ബോക്സ് സ്ക്രീനിൽ കാണുവാൻ സാധിക്കും. അതിൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുവോ എന്ന ചോദ്യത്തിന് കീഴിലായി OK എന്ന ബട്ടൺ കാണാം. പ്രൊഫൈൽ പൂർണ്ണമാണ് എങ്കിൽ OK ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ആപ്ലിക്കേഷൻ തുടരാവുന്നതാണ്. ആപ്ലിക്കേഷൻ അയക്കുന്നതിലേക്കായി നിങ്ങൾ നൽകിയിരിക്കുന്ന വിദ്യാഭ്യാസ യോഗ്യത പ്രകാരം എലിജിബിൾ ആണെങ്കിൽ പിന്നീട് വരുന്ന പേജിൽ അപ്ലൈ നൗ എന്ന ബട്ടൺ കാണുവാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വരുന്ന പേജിൽ നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ കാണിച്ചിരിക്കും. ഒന്നിലധികം ക്വാളിഫിക്കേഷൻസ് ഉള്ള വ്യക്തികളാണെങ്കിൽ അവ പ്രത്യേകമായി പേജിൽ കാണിച്ചിരിക്കുന്നത് കാണാം. അതിൽ ഏത് ക്വാളിഫിക്കേഷനാണോ നിങ്ങൾ സെലക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അതിന് താഴെയായി കാണുന്ന അപ്ലൈ വിത്ത് ദിസ് ക്വാളിഫിക്കേഷൻ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ഇനി വരുന്ന പേജിൽ നിന്ന് വേണം സംഘം അല്ലെങ്കിൽ ബാങ്ക് സെലക്ട് ചെയ്യാൻ. 87 സഹകരണ സംഘം അല്ലെങ്കിൽ ബാങ്കുകളുടെ ലിസ്റ്റ് തന്നിരിക്കും. അതിൽ ഏതൊക്കെ സംഘങ്ങളിലാണോ അപ്ലൈ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് അതിന് നേരെയുള്ള ആഡ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ അവിടെ സെലക്റ്റഡ് എന്നു വരുന്നതായും അതിന് താഴെയായി റിമൂവ് എന്ന ബട്ടൺ വരുന്നതായും കാണാം. ഒരുപക്ഷെ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കാത്ത ഓപ്ഷൻ അറിയാതെ ആഡ് ചെയ്തു പോയാൽ റിമൂവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് അവ സെലക്റ്റഡ് ലിസ്റ്റിൽ നിന്നും ഒഴിവാക്കാവുന്നതാണ്. ഓപ്ഷനുകൾ ആഡ് ചെയ്തു കഴിഞ്ഞ് പേജിന് ഏറ്റവും താഴെയായി കാണുന്ന പ്രൊസീഡ് ടു അപ്ലൈ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് വരുന്ന പേജിൽ ആർ യു ക്വാളിഫൈഡ് ഫോർ ദിസ് പോസ്റ്റ് എന്ന ചോദ്യം കാണാം. അതിന് യെസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷൻ ഫീയുടെ ഡീറ്റെയിൽസും അതിന് താഴെ നിങ്ങൾ സെലക്ട് ചെയ്ത ബാങ്ക് അല്ലെങ്കിൽ സംഘങ്ങളുടെ ഒരു ലിസ്റ്റും കാണുവാൻ സാധിക്കും. ലിസ്റ്റിൽ നിങ്ങൾ കൊടുക്കുവാൻ ഉദ്ദേശിച്ചിരുന്ന ഏതെങ്കിലും സംഘങ്ങൾ അല്ലെങ്കിൽ ബാങ്കുകൾ വിട്ടുപോയി എന്ന് തോന്നുകയാണെങ്കിൽ മുൻ പേജിലേക്ക് പോകുന്നതിനായി സ്ക്രീനിന് മുകളിൽ ബാക്ക് എന്ന് പറയുന്ന ബട്ടൺ കൊടുത്തിരിക്കുന്നത് കാണാം. അതിൽ ക്ലിക്ക് ചെയ്യുന്നത് വഴി പ്രീവിയസ് പേജിലേക്ക് പോകുവാനും ആവശ്യമായ സംഘങ്ങൾ ആഡ് ചെയ്യുവാനും സാധിക്കുന്നതാണ്. ലിസ്റ്റ് ശരിയായി വായിച്ചു നോക്കി അപേക്ഷ സമർപ്പിക്കാൻ ഉദ്ദേശിച്ച സംഘങ്ങൾ എല്ലാം തന്നെ സെലക്ട് ചെയ്തുവെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രം ആപ്ലിക്കേഷൻ ഫീ ഡീറ്റെയിൽസിൽ കാണുന്ന പ്രൊസീഡ് ടു പേ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൺലൈനായി ഫീ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്. ആയതിലേക്കായി പേയ്മെൻറ്റ് ഗേറ്റ്വേ സെലക്ട് ചെയ്ത് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് നെറ്റ് ബാങ്കിംഗ് വഴിയോ UPI ഉപയോഗിച്ചോ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് ഉപയോഗിച്ചോ പേയ്മെൻറ്റ് നടത്താവുന്നതാണ്.
പേയ്മെൻറ്റ് ചെയ്തതിനു ശേഷം എത്തിച്ചേരുന്ന പേജിൽ താഴെയായി എക്സാം സെൻറ്ററായി നൽകുവാൻ നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുള്ള ജില്ലകൾ സെലക്ട് ചെയ്ത് നൽകാവുന്നതാണ്. അതിനുശേഷം ഫൈനൽ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇത്തരത്തിൽ ഫൈനൽ സബ്മിറ്റ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ആപ്ലിക്കേഷൻ ഡീറ്റെയിൽസ് എന്ന പേജിലേക്കാണ് പ്രവേശിക്കുന്നത്. നിങ്ങൾ അയച്ച ആപ്ലിക്കേഷൻ്റെ വിവരങ്ങളാണ് അതിലുണ്ടാവുക. അതിൽ സ്റ്റാറ്റസ് സബ്മിറ്റഡ് എന്ന് കാണുവാൻ സാധിക്കും. ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുന്നതിലേക്കായി ഡൗൺലോഡ് എന്ന ഒരു ലിങ്കും അതിൽ നൽകിയിരിക്കും. ഡൗൺലോഡിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ PDF ഫോമാറ്റിൽ ആപ്ലിക്കേഷൻ നിങ്ങളുടെ കമ്പ്യൂട്ടറിലേക്ക് ഡൗൺലോഡ് ആകുന്നതായി കാണാം. അതിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പേരുവിവരങ്ങളും സെലക്ട് ചെയ്ത സൊസൈറ്റികളുടെ ലിസ്റ്റും പേയ്മെൻറ്റ് ഡീറ്റെയിൽസും കാണിച്ചിരിക്കും. പരീക്ഷാ ഫീസ് മുൻകാലങ്ങളിലേതുപോലെ തന്നെ ഒരു സംഘം അല്ലെങ്കിൽ ബാങ്കിന് 150 രൂപയും തുടർന്നുള്ള ഓരോ സംഘം അല്ലെങ്കിൽ ബാങ്കിന് 50 രൂപ വീതവും അധികമായി അടയ്ക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിന് അപേക്ഷയിലെ സംഘം അല്ലെങ്കിൽ ബാങ്കിന് 50 രൂപയും തുടർന്നുള്ള ഓരോ സംഘം അല്ലെങ്കിൽ ബാങ്കിനും 50 രൂപ വീതവും അധികമായി അപേക്ഷാ ഫീസ് അടയ്ക്കേണ്ടതാണ്. അപേക്ഷ അയക്കേണ്ട അവസാന തീയതി പ്രത്യേകം ഓർമ്മിക്കുക 2/7/2024 ആണ്. അവസാന തീയതിക്ക് കാത്തു നിൽക്കാതെ പറ്റുന്നതും നേരത്തെ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക. അപേക്ഷ സമർപ്പിക്കുമ്പോൾ എല്ലാ വിവരങ്ങളും ശ്രദ്ധയോടെ വായിച്ച് തെറ്റില്ലെന്ന് ഉറപ്പുവരുത്താൻ കൂട്ടുകാർ ശ്രമിക്കുമല്ലോ. ഈ വീഡിയോ ഉദ്യോഗാർത്ഥികൾക്ക് എല്ലാവർക്കും തന്നെ ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു. ഏവർക്കും എൻ്റെ വിജയാശംസകൾ.